ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സാധാരണ ഉണക്കച്ചെമ്മീൻ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ തല കളയാറാണ് പതിവ് അല്ലേ? എന്നാൽ ഇനി മുതൽ അത് കളയണ്ട. ഈ ഉണക്കച്ചെമ്മീൻ്റെ തല വെച്ചിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നാടൻ ചമ്മന്തിപ്പൊടി എങ്ങനെ ഉണ്ടാക്കണമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊന്നും ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾ ചെമ്മീൻ തല കളയുകയില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഉണക്കച്ചെമ്മീൻ്റെ തല എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ്റെ തല ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. എണ്ണയൊന്നും ഒഴിക്കാതെ വേണം നമ്മൾ വറുത്തെടുക്കാനായിട്ട്. നല്ലൊരു മണം വരുന്നത് വരെ, അതുപോലെ തന്നെ ചെമ്മീൻ്റെ തല നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന സമയം വരെയും നമ്മൾ ഇത് വറുത്തെടുക്കാം. ഇത് വറുത്തതിന് ശേഷം നമ്മളൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം. അതിനുശേഷം നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിത് വേണ്ടത് തേങ്ങയാണ്. നമ്മൾ അതേ ചട്ടിയിൽ തന്നെ നമ്മൾ ഈ തേങ്ങയും ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങ വറുത്ത ശേഷം നമ്മളത് തീ ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കുക. അതിനുശേഷം അതിനോട്ടേക്ക് ആവശ്യത്തിനുള്ള പുളിയും എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും ഇതിലോട്ടേക്ക് ചേർക്കാം. ഇനി നമ്മളൊരു മിക്സിയുടെ ജാറിലോട്ടേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ചായിട്ട് തേങ്ങയും ഉപ്പും ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാൻ ഈ പരുവത്തിലാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അങ്ങനെ ഞാനെല്ലാം അതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മുടെ നാടൻ ഉണക്കച്ചെമ്മീൻ്റെ തല ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചോറ് ചൂടിനൊപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല നാടൻ ഉണക്കച്ചെമ്മീൻ തല ചമ്മന്തിപ്പൊടിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.